30 ലക്ഷം മുടക്കി 4 കോടി കളക്ഷൻ നേടുക. 43 തിയേറ്ററുകളിൽ 100 ദിവസം പ്രദർശിപ്പിക്കുക. 14 തിയേറ്ററുകളിൽ തുടർച്ചയായി 175 ദിവസം പ്രദർശിപ്പിക്കുക. ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തുകയ്ക്ക് ഹിന്ദി റീമേക്ക് റൈറ്റ്സ് വിൽക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു 43 വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ മുന്താണി മുടിച്ച്. അതിന്റെ അമരക്കാരൻ തമിഴ് സിനിമയിലെ സകലകലാ വല്ലഭനായിരുന്നു കെ ഭാഗ്യരാജ്. ഈ അടുത്ത് നമ്മളെ വിട്ടുപോയി. തമിഴ് സിനിമയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഫിലിം മേക്കറായിരുന്നു ഭാരതിരാജ. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഭാഗ്യരാജും നമ്മളെ വിട്ടുപോയി. ശരിക്കും ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കോമൺ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള തമിഴ് സിനിമയിൽ അതുവരെ പോരുന്ന പാറ്റേണുകളെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് രണ്ടുപേരും. ഭാരതരാജയാണെങ്കിൽ അതുവരെ തമിഴ് സിനിമ ഒരു ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ സ്റ്റുഡിയോസിന്റെ അകത്ത് ഷൂട്ട് ചെയ്തിരുന്ന ഒരു തമിഴ് സിനിമയെ പൂർണ്ണമായിട്ടും പുറത്തോട്ട് കൊണ്ടുവന്ന് വില്ലേജിലെ കഥകളും ഒരുപാട് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഓഫ് അങ്ങനത്തെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഭാരതിരാജ. കമൽഹാസനും രജനീകാന്തിന്റെ ഒക്കെ തുടക്കകാലത്തെ ഗംഭീരമായിട്ടുള്ള റോളുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് കൂടിയ ആളാണ് ഭാഗ്യരാജ്. എന്നിട്ട് അദ്ദേഹം വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് റൈറ്ററായി പിന്നീട് ഡയറക്ടറായിട്ട് മാറി. പക്ഷെ ഭാഗ്യരാജ് എന്ന സംവിധായകന്റെ ജീവിതം മാറ്റിമറിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ വലിയൊരു ബ്രേക്കായ ഒരു സിനിമ തന്നെയായിരുന്നു മുന്താണി മുടിച്ച്. ഇപ്പൊ അദ്ദേഹം മരിച്ച ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഫേവറേറ്റ് സിനിമകളായിട്ട് പറയുന്നതൊക്കെ ആ ഒരു സിനിമയാണ്. ഉർവശി എന്ന നടി അതിലൂടെയാണ് വെറും 13 വയസ്സുള്ളപ്പോൾ ഒരു നായികയായിട്ട് മാറുന്നത്. ശരിക്കും ഉർവശിയുടെ ചേച്ചി കലാരഞ്ജിനി ആയിരുന്നു അന്ന് അഭിനയിക്കാൻ വിളിച്ചിരുന്നത്. പക്ഷെ കലാരഞ്ജിനിക്ക് അന്ന് കുറച്ച് ബൾക്ക് ഡേയ്സ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് 13 വയസ്സുകാരിയായി ഉർവശീനെ അതിൽ ഭാഗ്യരാജ് അഭിനയിപ്പിക്കുന്നു. ശരിക്കും ആ മുന്താണി മുടിച്ച സിനിമ കണ്ടവർക്ക് എന്റെ കഥകൾ അറിയാം. ആ ഒരു സിനിമ അതിന്റെ ഒരു കഥ ഭാഗ്യരാജിന്റെ സുഹൃത്തിന്റെ ഒരു ലൈഫിൽ സംഭവിച്ച ചെറിയൊരു കാര്യം, അതേ ആ ഒരു സുഹൃത്തിന്റെ ഭാര്യ മരിക്കുന്നതും മറ്റൊരു പെൺകുട്ടി ആ സുഹൃത്തിനെ പ്രണയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് തോന്നിയ ഒരു ഐഡിയയുടെ പുറത്താണ് ആ ഒരു സിനിമ സംഭവിക്കുന്നത്. പക്ഷെ ആ ഒരു സിനിമ ഇതുപോലെ ഒരു സക്സസിലേക്ക് പോകുന്ന ഒരു പക്ഷെ ഭാഗ്യരാജ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ട്രിവാൻഡ്രത്ത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് 175 ദിവസം ആ ഒരു സിനിമ കളിച്ചു. അന്നൊരു തമിഴ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കോർഡായിരുന്നു. കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ റെക്കോർഡായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 175 ദിവസം മദ്രാസിലും അതുപോലെ വേറെ കുറെ സ്ഥലങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് 14ഓളം തിയേറ്ററുകളിൽ തമിഴ്നാട്ടിൽ ആ ഒരു സിനിമ 175 ദിവസം ഓടി. നേരത്തെ പറഞ്ഞ 43 തിയേറ്ററുകളിൽ 100 ദിവസം ഒക്കെ തുടർച്ചയായി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. പിന്നെ ഹിന്ദി റീമേക്ക് റൈറ്റ്സ് വിറ്റത് 5 ലക്ഷം രൂപയ്ക്കാണ്. അന്നത്തെ കാലത്ത് 43 വർഷങ്ങൾക്ക് മുമ്പ് 5 ലക്ഷം രൂപയ്ക്ക് ആ ഒരു സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് ഹിന്ദിക്ക് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു രജനീകാന്ത് സിനിമയോ കമലഹാസൻ സിനിമയോ ഒന്നും അന്നത്തെ സൂപ്പർ താരങ്ങളുടെ ആരുടെയും സിനിമകൾ അതുപോലെ വിറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാധാരണക്കാർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന, പലപ്പോഴും ക്രിട്ടിക്സും സിനിമ റിവ്യൂസ് ഒക്കെ പറയുന്നുണ്ട് ഭാഗ്യരാജിന്റെ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിരിക്കും, വളരെ സാധാരണക്കാരന്റെ കഥയായിരിക്കും. അതുപോലെയാണ് ഇവിടെ ബാലചന്ദ്ര മേനോനെ മലയാളത്തിന്റെ ഭാഗ്യരാജ് എന്ന് വിളിച്ചിരുന്നു. പക്ഷെ അത് ബാലചന്ദ്ര മേനോൻ പോലും പറയാറുണ്ട്, എനിക്കത് അങ്ങനെ വിളിക്കാറുണ്ട്, പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും സിനിമകൾ 2 തരത്തിലാണ്. ഒരു പൈങ്കിളി കഥ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി ഓടിയ സമയത്ത് അതിന്റെ വിജയാഘോഷത്തിന് വേണ്ടി എറണാകുളത്ത് നടന്നപ്പോൾ ഭാഗ്യരാജ് ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഭാഗ്യരാജ് പറഞ്ഞത് എല്ലാവരും ബാലചന്ദ്ര മേനോനെ മലയാളത്തിന്റെ ഭാഗ്യരാജ് എന്ന് വിളിക്കുന്നു, എന്നെ പലരും തമിഴകത്തിന്റെ രാജ് കപൂർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വേണ്ട, ഞങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാണ്. ബാലചന്ദ്ര മേനോൻ അദ്ദേഹത്തിൻ്റെതായ മികച്ച സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേരും തമ്മിലുള്ള ഒരു സാമ്യത ഈ പറയുന്ന സ്റ്റീരിയോ ടൈപ്പ് ഓഫ് സിനിമകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ ഹീറോസിനെ ഒക്കെ ബ്രേക്ക് ചെയ്ത് അവര് തന്നെ അതിൽ അഭിനയിക്കുന്നു, അങ്ങനെ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ്. ഉദയകൃഷ്ണ മിസ്റ്റർ മരുമകൻ എന്ന സിനിമയിലാണ് ത്രൂ ഔട്ട് മലയാള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചത് ഭാഗ്യരാജ്. ഉദയകൃഷ്ണ അദ്ദേഹം മരിച്ച ശേഷമുള്ള ഒരു ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറെ സിനിമകൾക്ക് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ മിസ്റ്റർ മരുമകനിൽ അദ്ദേഹം അഭിനയിക്കാൻ വന്നു. ഒരുപക്ഷെ എന്റെ സംവിധായകൻ സന്ധ്യാമോഹനോടുള്ള ബന്ധം കൊണ്ടായിരിക്കും അദ്ദേഹമാണ് നേരിട്ട് വിളിച്ചത്. എന്നിട്ട് അദ്ദേഹം വന്നപ്പോൾ ഉദയകൃഷ്ണ ഇവിടുത്തെ 90കളുടെ പല മലയാള സിനിമകളുടെയും അതിലെ കഥകളും അതിലെ സീൻസും ഒക്കെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലെ പല സിനിമകളും താങ്കളുടെ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്. അത് റീമേക്ക് റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്, പക്ഷെ താങ്കൾ സിനിമകൾ കണ്ട് അതിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ഉദയപുരം സുൽത്താൻ എന്നൊരു സിനിമ കാണിച്ചു കൊടുത്തിട്ട് അതിന്റെ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് താങ്കളുടെ ഇന്ന സിനിമയെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ഉദയകൃഷ്ണൻ പറഞ്ഞു. സിബി കെ തോമസും ഉദയകൃഷ്ണനും എഴുതിയ ഉദയപുരം സുൽത്താൻ നമ്മൾ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള സിനിമയാണ്.
അപ്പോൾ അപ്പോഴാണ് ഭാഗ്യരാജ് പറഞ്ഞത്, ഓ, ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾ അത് എടുത്തല്ലോ, അത് നിങ്ങളുടെ ഒരു മിടുക്ക് തന്നെയാണെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് അദ്ദേഹം ഇതേപോലെ തന്നെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ ചുറ്റുപാടും നിന്നുള്ള പല കഥകൾ അദ്ദേഹം ചെയ്ത് ഹിറ്റാക്കി. അതെല്ലാം ഇവിടെ കേരളത്തിൽ ഒരുപാട് ഓടിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് പിന്നീട് 90കളിലൊക്കെ പല ഫിലിം മേക്കേഴ്സും ആ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും മുന്താണി മുടിച്ച് എന്നൊരു സിനിമ മാത്രം മതി അദ്ദേഹത്തിന്റെ. ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമ തമിഴ് സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. ഒരുപാട് സിനിമകൾ ഇനിയും സംഭവിക്കേണ്ടതായിരുന്നു. അദ്ദേഹം നടനായിട്ടും ഈ അടുത്തും കുറച്ച് പ്രായമായ ശേഷവും അദ്ദേഹം കുറച്ച് നല്ല നല്ല ക്യാരക്ടർ റോൾസിലും ഒക്കെ അദ്ദേഹം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്രമേനോൻ പറഞ്ഞത്, അദ്ദേഹം ഒരു സിനിമയിൽ ഒരു കപ്പിളുടെ ഒരു കഥ, ഒരു പ്രായമായിട്ടുള്ള കപ്പിളുടെ കഥയിൽ ഭാഗ്യരാജനെയും അദ്ദേഹത്തിന്റെ പത്നി പൂർണിമേനെയും കൂടെ ഒരുമിച്ച് അഭിനയിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിന് സാധിക്കില്ലല്ലോ എന്നാണ് ബാലചന്ദ്രമേനോൻ പറഞ്ഞത്.